ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ബ്രെഡ് പോളയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ എടുത്തിട്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇനി അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഇനി അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ചിക്കൻ മസാല ഇടുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇടുക. പിന്നെ ഇതാ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും 2 മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ മസാല നന്നായിട്ട് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കന് ഞാനൊന്ന് പിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വേവിച്ച ചിക്കന് പകരമാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനും വേണ്ടി എടുക്കാം കേട്ടോ. ചിക്കന് പകരം എഗ്ഗ് അല്ലെങ്കിൽ ബീഫ് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാത്തത്. പിന്നെ ഇതിലേക്ക് ഇതാ ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാന്, ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കിയ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോള ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പാന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതാ ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഇതാ ഈയുടെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് ഫ്രൈ പാനിലേക്ക് മുകളിലായിട്ട് കയറ്റി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ മാക്സിമം ഇതേപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാനിത് സ്കിപ്പ് ചെയ്തതാണ്. കുറച്ച് ടൈം എടുത്തിട്ടായാലും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ആ നടുക്കിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീത്തലോട്ടായിട്ട് നമ്മൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ആ ബ്രെഡിൻ്റെ ബാക്കി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാല മൊത്തം ഉള്ളിലാവുന്ന ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ, പറയുന്നതിനേക്കാളും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതേപോലെ ഫുള്ളൊന്ന് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം മസാലയെല്ലാം ഫുള്ളായിട്ട് ഉള്ളിൽ ആവണം, പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത്രേ പണിയില്ല, കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്നായ പോലെ കുറച്ച് സമയം എടുത്തിട്ട് മെല്ലെ മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അതിൻ്റെ മീത്തലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മുട്ടയുടെ മിക്സ് ഇല്ലെങ്കിൽ ഒരു മുട്ട കലക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനി ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10-20 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 10-20 മിനിറ്റിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ സിമ്പിളാണ് കേട്ടോ. അപ്പം എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.